ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കൈലാസത്തിൽ ഡൈനിങ് ടേബിളിനരികിൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഗംഗയുടെ പ്രവർത്തികളും മഹിയോടുള്ള ഗംഗയുടെ സമീപനവുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന ഹൈമവതി വേഗം ചോദിച്ചു, അല്ല, വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാര് ഒരു റൂമിലല്ലേ കഴിയുന്നത്? എന്നിട്ടും ഗംഗ എന്താ ഇന്നലെ മഹിയെ തനിച്ചാക്കി മാളുവിന്റെ കൂടെ പോയി കിടന്നുറങ്ങിയത് എന്ന് ചോദിച്ചു. അത് കേട്ടും ഗംഗ മറുപടി ഒന്നും പറയാനാകാതെ വിഷമിച്ചു വെക്കുമ്പോ കൃത്യമായി തന്നെ ദേവയാനി ഗംഗയുടെ മുഖത്തേക്ക് നോക്കി സത്യങ്ങളൊന്നും പറയരുത് എന്ന് തലയാട്ടുന്നു. അത് കണ്ടതോടെ താൻ പറയില്ല എന്ന് കണ്ണുകൾ കൊണ്ട് ഗംഗ സമ്മതവും മൂടുന്നു. ആ സമയത്ത് മഹി ഹൈമവതിയുടെ വാക്കുകൾ കേട്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്ന് ഗംഗ മനസ്സിലാക്കുകയും ചെയ്തു. മഹിയേട്ടനോട് ഒന്നും എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന വിഷമമായിരുന്നു ഗംഗയുടെ മനസ്സിലാകെ. ഗംഗ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശ്രേയ പറഞ്ഞു, അത് ശരി തന്നെയാമേ, ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചതായിരുന്നോ മഹിയേട്ടന്റെ കൂടെയുള്ള ഒരു ജീവിതം. അതുകൊണ്ട് തന്നെ മഹിയേട്ടൻ ഇന്നലെ ആ കതിർ മണ്ഡപത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ മനസ്സിൽ മഹിയേട്ടൻ എന്റെ ഭർത്താവാണ് എന്ന ചിന്ത വന്നു കഴിഞ്ഞിരുന്നു. എപ്പോഴും ആ ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതും. അതങ്ങനെ അത്ര പെട്ടെന്ന് മാറുകയുമില്ലല്ലോ എന്ന് പറഞ്ഞതും ഹൈമവതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോഴും ഗംഗയുടെ മനസ്സിൽ ആ നകുല് തന്നെയായിരിക്കും. കാരണം നകുലിനെ ഭർത്താവായി അംഗീകരിക്കാനും ഭർത്താവായി സ്വീകരിക്കാനും തയ്യാറെടുത്ത് അങ്ങനെ ഒരു മനസ്സുമായിട്ടല്ലേ ഗംഗ ആ മണ്ഡപത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് താലികെട്ട് മുഹൂർത്തത്തിൽ ഗംഗയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ പെട്ടെന്ന് മഹി ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത് കൊണ്ട് മഹിയെ ഭർത്താവായി കാണാൻ ഗംഗയ്ക്ക് കഴിയുന്നുണ്ടാവില്ല. അതായിരിക്കുമല്ലോ ഇതിന് കാരണം. ഗംഗയുടെ മനസ്സിൽ ഇപ്പോഴും നകുലുള്ളത് കൊണ്ടല്ലേ മഹിയെ അകറ്റി നിർത്തുന്നത് എന്ന് ഹൈമവതി ചോദിച്ചതും ഗംഗ പറഞ്ഞു, ഒരിക്കലുമല്ല, അങ്ങനെയൊന്നും അല്ല എന്ന് ഗംഗ പറയുന്നു. അത് കേട്ട ഉടനെ ഹൈമവതി ചോദിച്ചു, പിന്നെ എന്ത് കാരണത്താലാണ് നീ മഹിയെ അകറ്റി നിർത്തുന്നത് എന്ന് ഗംഗയോട് ചോദിച്ചതും ഗംഗ അതിന് മറുപടി പറയാനാകാതെ ആകെ വിഷമത്തോടെ മഹിയെ നോക്കി. ഈ സമയത്ത് ശ്രേയ പറഞ്ഞു, മഹിയേട്ടൻ ചെയ്തത് വലിയ തെറ്റായി പോയി. ഗംഗയുടെ ആഗ്രഹമോ ഗംഗയുടെ മനസ്സിന്റെ താല്പര്യമോ എന്താണെന്ന് അറിയാതെ മഹിയേട്ടൻ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത് തന്നെയാണ് മഹിയേട്ടൻ ചെയ്ത തെറ്റ്. അതുകൊണ്ടാണ് ഗംഗ ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത് എന്ന് ഗംഗയെ കുറ്റപ്പെടുത്തി ശ്രേയയും സംസാരിച്ചു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, ഗംഗെ, നീ വെറുതെ കളവ് പറയുകയൊന്നും വേണ്ട. മഹിയെ നിനക്കിപ്പോഴും നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് കാണാൻ പറ്റാത്തത് കൊണ്ടല്ലേ അവനിൽ നിന്ന് നീ അകന്നു നിൽക്കുന്നത് എന്ന് പറഞ്ഞതും ഗംഗ സത്യങ്ങൾ പറയാനായി ആഗ്രഹിച്ചിട്ടും അത് പറയരുത് എന്ന് വീണ്ടും ദേവയാനിയെ ഗംഗയെ താക്കീത് ചെയ്യുന്നു. അവസാനം ഒന്നും മിണ്ടാനാകാതെ ഗംഗയാകെ വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴേക്കും മാളൂട്ടി ചോദിച്ചു, ഗംഗ എന്താ അവിടെ നിൽക്കുന്നത്? വന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കെ എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാനാണ് ഞാൻ ഇവിടെ നിന്നത്. ഉടനെ മാളൂട്ടി പറഞ്ഞു, അതെ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാ ഭക്ഷണം കഴിക്കേണ്ടത്. അതുകൊണ്ട് ഗംഗ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കെ ഇവിടെ വന്നിരുന്നാ മതി. ഭക്ഷണം വിളമ്പിയെടുക്കാൻ ഇവിടെ ഭക്ഷണം എല്ലാം വെച്ചിട്ടുണ്ടല്ലോ, അത് ആവശ്യമുള്ളവർ എടുത്തങ്ങ് കഴിച്ചാ പോരെ എന്ന് മഹിയുടെ കേക്കെ ഗംഗയോട് മാളൂട്ടി ചോദിച്ചു. അത് കേട്ടതും മഹി ഗംഗയെ നോക്കി. ഉടനെ തന്നെ മാളു ഗംഗയുടെ ആഗ്രഹം പോലെ ഗംഗയും മഹി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള മാളുവിന്റെ ആ താല്പര്യം അംഗീകരിച്ച് ഗംഗ വേഗം മഹിയുടെ അരികിൽ വന്ന് അങ്ങനെ ഇരുന്നു. ഉടനെ തന്നെ മാളൂട്ടി പറഞ്ഞു, ഇനി അച്ഛൻ ഗംഗയ്ക്ക് വായിൽ വെച്ച് കൊടുക്ക്, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് മഹിയോട് ഭക്ഷണം ഗംഗയ്ക്ക് കൊടുക്കാനായി ആവശ്യപ്പെട്ടു. മഹി അതൊന്നും ചെയ്യാതെ ചിരിച്ചുകൊണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോ ഗംഗയുടെ മനസ്സിൽ ഇപ്പൊ എന്താ ഉള്ളത് എന്നുള്ള രീതിയിൽ ഹൈമവതിയും ശ്രേയയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ശ്രേയ മഹിയുടെ അരികിൽ തന്നെ ഗംഗ വന്നിരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ ഇരിക്കുമ്പോഴേക്കും ഹൈമവതിയും എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നോക്കി ദേവയാനി ചോദിച്ചു, അല്ല, ശ്രേയ മാത്രം എന്താ ഭക്ഷണം കഴിക്കാത്തത്? ഉടനെ ശ്രേയ ഭക്ഷണം കഴിക്കാതെ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അത് കണ്ട ആ നിമിഷം തന്നെ ദേവയാനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഗംഗയും മഹിയും സമാധാനത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് കരുതി രണ്ടുപേരും അവിടെ ഇരുന്ന് കഴിക്കാതിരിക്കാനായിട്ട് ദേവയാനി മനഃപൂർവ്വം ഗംഗയെ നോക്കി. ഈ സമയത്ത് മാളൂട്ടി പറഞ്ഞു, അച്ഛാ, നമുക്ക് ഇന്ന് രണ്ടുപേർക്കും കൂടി ക്ഷേത്രത്തിൽ പോകാം. അച്ഛനും ഗംഗയും എൻ്റെ കൂടെ വരണം, നമുക്ക് പോകാം, നമുക്ക് 3 പേർക്കും കൂടി രാവിലെ തന്നെ പോയി തൊഴാം എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, അതിനെന്താ മോളെ, നമുക്ക് പോകാലോ. അപ്പോഴേക്കും ഗംഗയെ പെട്ടെന്ന് ദേവയാനി നോക്കി. ഒരിക്കലും പോകരുതെന്ന് ഗംഗയെ താക്കീത് ചെയ്യുന്നത് പോലെ ദേവയാനി നോക്കിയതും ദേവയാനിയുടെ ആഗ്രഹം മനസ്സിലാക്കിയ ഗംഗ ഉടനെ മാളുവിനോട് പറഞ്ഞു, മോളെ, ഇന്ന് നമുക്ക് പോകണ്ട, മറ്റൊരു ദിവസം പോകാം, ഇന്ന് പോകാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് ഗംഗ പറയുമ്പോ മഹി മാളുവിന്റെ ആഗ്രഹത്തെ ഗംഗ എതിർക്കുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. മഹിയുടെ മനസ്സ് വേദനിച്ചു എന്ന് മനസ്സിലാക്കിയ ഗംഗ സത്യങ്ങൾ മഹിയേട്ടോണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന് ശ്രീമഹേശ്വര എന്ന് മനസ്സിൽ സങ്കടപ്പെട്ടു.
ഉടനെ തന്നെ ഗംഗയും അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയി. ആ സമയത്ത് നകുലിനെ കാണുവാനായി നകുലിന്റെ ബോസ് വീട്ടിലേക്ക് എത്തുന്നു. അപകടം സംഭവിച്ച് വയ്യാതെ കിടന്ന നകുലിന്റെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് ആ മുറിവ് സംഭവിച്ച കയ്യിലെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചുകൊണ്ട് ആ ബോസ് പുഞ്ചിരിക്കുന്നത് കണ്ട് നകുല് വേദനയോടെ നിലവിളിച്ചു. ബോസ്, ഒന്ന് വെറുതെ വിടൂ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് നകുൽ നിലവിളിച്ചു. ഇത് കണ്ടതോടെ ബോസ് പറഞ്ഞു, എടാ, നിന്നെ ഞാൻ ഇനിയും ഇതുപോലെ വേദനിപ്പിക്കും. കാരണം എന്തെന്നറിയാമോ? നീ ആ ഗംഗയുടെ ഫോട്ടോ കാണിച്ച് എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാ നീ തട്ടിയെടുത്തെന്നറിയാമോ? നിനക്കതിൽ കണക്കില്ലെങ്കിലും എനിക്ക് കണക്കുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ചെലവായ ആ തുക ഞാൻ മുതലാക്കുക തന്നെ ചെയ്യും. ഇനി ഗംഗയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിലെ വൃക്കയോ മറ്റേതെങ്കിലും അവയവം വിറ്റിട്ടാണെങ്കിലും ഞാൻ എന്റെ ആ പണം തിരികെ നേടിയിരിക്കും, അത് തീർച്ച എന്ന് പറയുമ്പോൾ നകുല് പറഞ്ഞു, ബോസ്, ഞാൻ ബോസിനെ പറ്റിച്ചതല്ല, എനിക്ക് അല്പം കൂടി സമയം താ എന്ന് പറഞ്ഞതും ബോസ് പറഞ്ഞു, എനിക്കറിയാം, നീ ഗംഗയെ നീ ശ്രമിച്ചാൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണോ നീ പറയാൻ പോകുന്നത്? നീ തീർച്ചയായിട്ടും ശ്രമിച്ചിരുന്നെങ്കിൽ അത് വളരെ നിസ്സാരമായി തന്നെ സാധിക്കുന്ന കാര്യമായിരുന്നു. എന്നിട്ടും നീ അതിന് ശ്രമിച്ചില്ല. അതിനുള്ള നിനക്കുള്ള പണിഷ്മെന്റ് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നകുലിനെ താക്കീത് ചെയ്തു. ഇത് കേട്ട ഉടനെ നകുല് പറഞ്ഞു, ബോസ്, ഞാൻ വിചാരിക്കാതിരുന്നിട്ടല്ല, പക്ഷേ അവളുടെ കൂടെ പല ആളുകളുണ്ട്, അവളെ രക്ഷിക്കാനായി പല ശക്തികളും ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ബോസ് ചോദിച്ചു, നിനക്ക് ആൾബലമാണോ ഇല്ലാത്തത്? നിനക്ക് എത്ര പേരെ വേണം? നീ ആവശ്യപ്പെടുന്ന അത്രയും ആളുകളെ ബോംബെയിൽ നിന്ന് ഞാൻ ഇവിടേക്ക് ഇറക്കാം. എത്ര പേര് വേണം നീ പറഞ്ഞു? എത്ര വേണമെങ്കിലും അവരെ ഞാൻ ഇവിടെ ഇറക്കിയിരിക്കും. എന്താ അതുപോലെ എന്ന് പറഞ്ഞതും ഉടനെ നകുല് പറഞ്ഞു, അയ്യോ ബോസ്, ബോസ് കരുതുന്ന പോലെയല്ല, ആൾബലമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അവളുടെ ഒപ്പമുള്ളത് പ്രേതമാണ് എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ബോസ് ആകെ ചിരിച്ചു. എടാ, നിനക്ക് ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം നിന്റെ തലയ്ക്കെന്തോ പറ്റിയെന്ന് തോന്നുന്നേ, അതല്ലേ നീ ഈ സ്വബോധമില്ലാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഗംഗയെ എന്റെ അരികിൽ എത്തിച്ചിരിക്കണം. ഇല്ല എങ്കിൽ എന്റെ പണം ഈടാക്കാനുള്ള വഴി ഞാൻ നോക്കും, മനസ്സിലായോ? നിന്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും ശരി, നീ അത് ഓർമ്മയിൽ വെച്ചോ. നിനക്ക് നിന്റെ ജീവൻ തിരികെ വേണമെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ വാക്ക് നീ പാലിച്ചിരിക്കണം. കൃത്യമായി തന്നെ നീ ഗംഗയെ എന്റെ അരികിൽ എത്തിച്ചിരിക്കണം, ഓർത്തോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബോസ് പോകുന്നു. ഈ സമയത്ത് മഹി ഓഫീസിലേക്ക് പോകാനായി റെഡിയായി വരുമ്പോഴേക്കും ഹാളിലിരുന്ന ദേവയാനിയും രാഹുലും രേഷ്മയും കൂടി സംസാരിക്കുന്നത് മഹി കണ്ടു. അമ്മേ, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞ് മഹി വന്ന് ദേവയാനിയോട് യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ മഹിയുടെ മുഖഭാവം കണ്ടതോടെ ദേവയാനി ചോദിച്ചു, മോനെ നിക്ക്, നിന്റെ മുഖത്ത് വല്ലാത്ത സങ്കടമുണ്ടല്ലോ, എനിക്കറിയാം. നിന്നോട് ഗംഗ കാണിക്കുന്ന ഈ അകൽച്ചയാണല്ലേ നിന്റെ ഈ സങ്കടത്തിന് കാരണം എന്ന് ചോദിച്ചു. അത് കേട്ടതും മഹി പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലമ്മേ, അങ്ങനെ എനിക്ക് സങ്കടമില്ല എന്നും ഗംഗയുടെ ഈ അകൽച്ച എന്നെ വേദനിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കളവാകും. പക്ഷെ ഗംഗ എന്തോ ഒരു കാരണത്താൽ അവളുടെ മനസ്സ് എന്തോ വല്ലാതെ അലട്ടുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് തുറന്നു പറയാൻ അവൾ തയ്യാറാകുന്നില്ല. എന്തോ ഒരു പ്രശ്നം അവളെ അലട്ടുന്നുണ്ടെന്ന് സത്യം തന്നെയാണ് എന്ന് മഹി പറഞ്ഞു. അത് കേട്ടതോടെ രാഹുൽ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അതെ, എന്തായാലും നകുലിനെ വിവാഹം കഴിക്കാനായി തയ്യാറായവളാണല്ലോ ഗംഗ. അവള് താലി കെട്ടാനായി നകുലിന്റെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന സമയത്തല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്തൊക്കെ പറഞ്ഞാലും മഹിയേട്ടനെയും മാളൂട്ടിയെയും വലിയ കാര്യമായിരുന്ന ഗംഗയ്ക്ക് സദാസമയം മഹിയേട്ട എന്ന് വിളിച്ച് പിന്നാലെ നടന്നിരുന്ന ഗംഗ ഇപ്പോ കൃത്യമായി മഹിയേട്ടനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവൾക്ക് മഹിയേട്ടനെ ഭർത്താവിന്റെ സ്ഥാനത്ത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നത് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ രാഹുലിനോട് ദേഷ്യത്തോടെ മഹി ചോദിച്ചു, എന്ന് നിന്നോടാരാ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല. ഗംഗയുടെ മനസ്സ് എനിക്കറിയാം. ഗംഗ ആഗ്രഹിച്ചിരുന്നതും ജീവിക്കാൻ ആഗ്രഹിച്ചതും എന്റെ കൂടെ തന്നെ ആയിരുന്നുവെന്നും എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ രേഷ്മയും പറഞ്ഞു, അതെ, പെട്ടെന്ന് ഗംഗയ്ക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതിൽ വല്ലാത്ത വേദനയും ടെൻഷനും ഒക്കെ ഉണ്ടായി കാണും. മഹിയേട്ടൻ ഒരു അനുവാദം പോലും ചോദിക്കാതെയല്ലേ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. അതിന്റെ ഒരു പ്രശ്നമായിരിക്കും. എല്ലാവരും എന്ത് വിചാരിക്കും എന്നൊക്കെ കരുതിയിട്ടായിരിക്കാം ചിലപ്പോ അവൾ ഇങ്ങനെ മഹിയേട്ടനിൽ നിന്ന് മാറി നിൽക്കുന്നത്. അല്ലാതെ രാഹുൽ പറഞ്ഞതുപോലെ ഒന്നും ഉണ്ടാവില്ല എന്ന് രേഷ്മ മഹിയെ സപ്പോർട്ട് ചെയ്യും പോലെ പറയുമ്പോൾ അവിടേക്ക് എത്തുന്ന ഹൈമവതിയും ശ്രേയയും കൂടി ദേവയാനിയുടെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു, അതെ, മഹിയേട്ടൻ പറഞ്ഞതുപോലെയൊന്നുമല്ല. മഹിയേട്ടന് പെൺകുട്ടികളുടെ മനസ്സറിയില്ലല്ലോ. സത്യത്തിൽ ഈ വിവാഹ പന്തലിലേക്ക് വന്നു കയറിയ എന്റെ മനസ്സിൽ മഹിയേട്ടൻ ആ നിമിഷം മുതൽ എന്റെ ഭർത്താവായിരുന്നു. ഇപ്പോഴും മഹിയേട്ടനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല. ഏതൊരു പെൺകുട്ടിയുടെയും ജീവിതവും അങ്ങനെ തന്നെയാണ്. മഹിയേട്ടൻ താലി കെട്ടി എന്ന് വെച്ച് മഹിയേട്ടനെ പെട്ടെന്ന് തന്റെ ഭർത്താവായി അംഗീകരിക്കാൻ ഗംഗയുടെ മനസ്സ് തയ്യാറായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് മഹിയേട്ടനോട് ഇപ്പോഴും ഗംഗ അകൽച്ച കാട്ടുന്നത് എന്ന് ഗംഗയെക്കുറിച്ച് മഹിയോട്
ശ്രേയ അറിയിച്ചു. ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, നീ ചെയ്ത് വലിയൊരു തെറ്റായിട്ടായിരിക്കും അവൾക്ക് തോന്നിയത്. നീ അവളെ താലി കെട്ടിയത് അവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്ന് ഹൈമവതി പറയുമ്പോഴേക്കും മഹി ദേഷ്യത്തോടെ ഹൈമവതിയെ നോക്കുന്നു. അപ്പോഴേക്കും ഹൈമവതിയോട് മഹി നോക്കുന്നത് കണ്ട് ഹൈമവതി പറഞ്ഞു, അതെ, നീ എന്നെ തുറച്ചു നോക്കുകയൊന്നും വേണ്ട. ഞാൻ സത്യ പറഞ്ഞത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയാ ഞാൻ നിന്നോട് പറഞ്ഞത്. അവൾക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല കാണും. അതായിരിക്കാം അവൾ അങ്ങനെ ചെയ്തതും നിന്നോട് അകൽച്ച കാട്ടുന്നത്. അല്ലെങ്കിൽ നിന്റെയും മാളുവിന്റെയും കാര്യം നോക്കി പിന്നാലെ എപ്പോഴും മഹിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് നടന്ന അവൾ നിന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നീ തന്നെ പറ എന്ന് പറഞ്ഞത്. ഇപ്പോഴും ഗംഗയുടെ മനസ്സ് മഹിയേട്ടന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് എന്ന് ശ്രേയ അറിയിച്ചു. അത് കേട്ട ഉടനെ മഹി പറഞ്ഞു, നിങ്ങളൊക്കെ പറയുന്നത് പോലെയൊന്നും അല്ല. ഗംഗയുടെ മനസ്സ് എനിക്കറിയാം. അവളെ മറ്റാരേക്കാളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൾ എനിക്കാരാണെന്നും ഞാൻ അവൾക്കാരാണെന്നും ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അവളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ തന്നെ കണ്ടെത്തുകയും അതിനു വേണ്ട പരിഹാരം ഞാൻ തന്നെ കാണുകയും ചെയ്യും. അതോർത്ത് ആരും ടെൻഷൻ ആവേണ്ടതില്ല എന്ന് പറഞ്ഞ് മഹി അവിടെ നിന്ന് പോകുമ്പോ രേഷ്മ ചോദിച്ചു, ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായല്ലോ, മഹിയേട്ടനെ വെറുതെ ദേഷ്യപ്പെടുത്തിയപ്പോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മഹി പോയി. ഈ സമയത്ത് ഹൈമവതി ദേവയാനിയോട് ചോദിച്ചു, നാത്തൂന്റെ പദ്ധതി എന്താണ്? ഇനി എന്താ നാത്തൂൻ ചെയ്യാൻ പോകുന്നത്? അവളെ വെച്ച് ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചതും ഹൈമവതിയോട് ദേവയാനി പറഞ്ഞു, അതെ, എന്റെ പദ്ധതി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഞാൻ എന്റെ പ്ലാനിങ് നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗംഗയെ ഒന്ന് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവളെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ അവളെ ലോക്ക് ചെയ്തിട്ട് വേണം ഞാൻ ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കാൻ. അതിനുവേണ്ടിയുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അത് കേട്ടതും ഹൈമവതി പറഞ്ഞു, നാത്തൂൻ പറയുന്നത് കേട്ട് എന്റെ മനസ്സ് വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുകയാണ്. എത്രയും വേഗം അതൊന്ന് നടന്നു കാണാൻ. എന്നിട്ട് വേണം ആ ഗംഗയെന്ന് പറയുന്നവളെ മഹിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി ഈ സ്വർഗം നമുക്ക് സ്വന്തമാക്കാൻ എന്ന് ഹൈമവതി അറിയിച്ചു. അത് കേട്ടതും ഉടനെ ദേവയാനി പറഞ്ഞു, ഈ ദേവയാനി ആരാണെന്നുള്ള സത്യം അവള് തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. നാത്തൂൻ നോക്കിക്കോ എന്ന് പറഞ്ഞ് ദേവയാനി നിൽക്കുന്നു. അതിനുശേഷം ഗംഗ റെഡിയായോ എന്ന് അറിയാനായി ദേവയാനി റൂമിലേക്ക് എത്തി. ഗംഗ റെഡിയായിക്കൊണ്ടിരിക്കുന്നത് കണ്ട് ദേവയാനി അരികിലേക്ക് വന്ന് ചോദിച്ചു, ഗംഗ ഒരുങ്ങിക്കഴിഞ്ഞോ? രാഹുകാലത്തിന് മുൻപ് നമുക്ക് അവിടേക്ക് ചെല്ലണം. ജ്യോത്സ്യരെ കാണാൻ പലരും വരുന്നതല്ലേ. രാഹുകാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂർ നമ്മൾ കാത്തു നിൽക്കണം. ഒരു ദിവസം 1.5 മണിക്കൂറാണ് രാഹുകാലം ഉള്ളത്. രാഹുകാലം കഴിഞ്ഞിട്ടേ പിന്നെ ജ്യോത്സ്യൻ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് ഗംഗ വേഗം അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, പോകാ ആന്റി, ഞാൻ റെഡിയായി. അപ്പോഴേക്കും മാളൂട്ടി അരികിലേക്ക് വന്നു. അല്ല ഗംഗ ഇത് എവിടെ പോവാ എന്ന് ചോദിച്ചതും ഞങ്ങളൊന്ന് പുറത്തു പോവാ മാളൂട്ടി എന്ന് ഗംഗയോട് ദേവയാനി മറുപടി നൽകി. ഉടനെ മാളൂട്ടി പറഞ്ഞു, ഗംഗ ഇപ്പൊ പോകണ്ട, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. ഞാൻ ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അച്ഛനെ വിളിച്ച് ഞാൻ പറയാം. നമുക്കിപ്പൊ തന്നെ പോകാം ഗംഗ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ മാളൂട്ടിയോട് ദേവയാനി പറഞ്ഞു, അയ്യോ മാളൂട്ടി, ഞങ്ങളൊരു സ്ഥലം വരെ പോവാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്നറിയിച്ചു. ഉടനെ മാളൂട്ടി ആകെ വിഷമത്തിലായി. അപ്പോഴേക്കും ഗംഗ ചോദിച്ചു, അല്ല ആന്റി, നമുക്ക് മാളൂട്ടിയെ കൂടി കൊണ്ടുപോയാലോ? തിരിച്ചു വരുന്ന വഴിക്ക് മോളോട് പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് പോന്നാ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗൗരിയുടെ ആത്മാവും അവിടേക്ക് എത്തി. ഉടനെ തന്നെ മാളൂട്ടിയെ കൂടി കൊണ്ടുപോകാനുള്ള ഗംഗയുടെ ആവശ്യം കേട്ട് ദേവയാനി പറഞ്ഞു, ഗംഗയെ, നമ്മൾ പോകുന്ന സ്ഥലം കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലമല്ല. അവിടെ പല ആളുകളും പല പ്രശ്നങ്ങളുമായി വരുന്നതാണ്. അതുകൊണ്ട് അത് ശരിയാവുകയില്ല. അക്കാര്യം ഗംഗയൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് വേഗം ഗംഗ മാളുവിന്റെ അരികിലേക്ക് ചെന്നിരുന്നിട്ട് പറഞ്ഞു, മോളെ മാളൂട്ടി, ഇപ്പൊ മോള് ഇവിടെ നിൽക്ക്. ഞാനും ആന്റിയും കൂടി പോയിട്ട് വേഗം തന്നെ വരാം. വന്നതിന് ശേഷം നമുക്ക് പുറത്തു പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഇന്ന് പറ്റിയില്ല എങ്കിൽ നാളെ നമുക്ക് പോയി മേടിക്കാം. എന്താ മോക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ചതും മാളൂട്ടിയാകെ വിഷമത്തോടെ തലകുനിച്ചു. ഇത് കണ്ടതോടെ മാളൂട്ടിയോട് ഗംഗ പറഞ്ഞു, മാളൂട്ടി വിഷമിക്കല്ലേ. മാളൂട്ടിക്ക് വിഷമിച്ചാൽ ഗംഗയ്ക്കും സങ്കടമാവില്ലേ? അപ്പോഴേക്കും മാളൂട്ടി ചോദിച്ചു, ഗംഗ വേഗം വരുവോ? ഉടനെ തന്നെ ഗംഗ മാളുവിനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വേഗം തന്നെ വരാം. മാളൂട്ടി മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞത് ശരി എന്ന് പറഞ്ഞ് ഗംഗയുടെ ആ യാത്ര മാളു സമ്മതിക്കണം. അപ്പോഴേക്കും താഴേക്ക് ദേവയാനിയെയും ഗംഗയും വരുന്നത് കാണാതെ ആശങ്കയോടെ താഴെ കാത്തു നിൽക്കുകയാണ് ശ്രേയയും ഹൈമവതിയും. അവർ രണ്ടുപേരും ഇത്രയും നേരമായിട്ട് എന്താ അവർ വരാത്തതെന്നോർത്ത് ആകെ വിഷമത്തോടെ നിന്നു. ഈ സമയത്ത് മാളൂട്ടി ആകെ സങ്കടത്തോടെ ആ ബെഡിലേക്ക് ചെന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഗൗരി ആലോചിച്ചു, അല്ല അമ്മ ഇത്ര തിടുക്കപ്പെട്ട് ഗംഗയെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അതറിയണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഗംഗയുടെ യാത്ര എവിടേക്കാണെന്ന് മനസ്സിലാക്കാനായി കാത്തു നിൽക്കുമ്പോൾ താഴെ ശ്രേയയും ദേവയാനി ഹൈമവതിയും നോക്കി നിൽക്കുമ്പോൾ ദേവയാനി ഗംഗയും കൂട്ടിക്കൊണ്ട് താഴേക്കെത്തി. ഞങ്ങൾ എന്നാ പോയിട്ട് വരട്ടെ നാത്തൂനെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോകുമ്പോൾ ശ്രേയയോട് ഹൈമവതി പറഞ്ഞു, ഇന്നത്തോടെ അവളുടെ കാര്യങ്ങളെല്ലാം നാത്തൂൻ കുളവാക്കിക്കോളും. ഇനി അവൾക്കൊന്ന് അനങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ നാത്തൂൻ റെഡിയാക്കിക്കൊണ്ടേ വരികയുള്ളൂ. അപ്പോഴേക്കും ഗൗരിയുടെ ആത്മാവ് ആലോചിച്ചു, എവിടേക്കായിരിക്കും അമ്മ ഗംഗയെ കൊണ്ടുപോയിട്ടുണ്ടാവുക?
എന്തായാലും അത് കണ്ടുപിടിക്കണല്ലോ എന്ന് ഗൗരി ആലോചിക്കുമ്പോഴേക്കും ശ്രേയയും ദേവയാനിയും പറഞ്ഞു, എന്തായാലും ആ ഗംഗയെ എന്നേക്കുമായി ഒരു പൂട്ടും നാത്തു, അത് തീർച്ച എന്ന് പറഞ്ഞ് അവർ സന്തോഷമായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് മാളൂട്ടി എത്തി. മാളൂട്ടിയെ കണ്ടതോടെ ഹൈമവതി പറഞ്ഞു, വന്നല്ലോ കുട്ടിപ്പിശാച് എന്ന് പറഞ്ഞപ്പോ ശ്രേയ ചോദിച്ചു, അല്ല മാളു, എവിടേക്കാ നിന്റെ ഗംഗ പോയിരിക്കുന്നത്? നിന്നെ എന്താ കൊണ്ടുപോകാത്തത് എന്ന് ചോദിച്ചതും ഉടനെ മാളൂട്ടി പറഞ്ഞു, അതറിയത്തില്ല, ഗംഗ ഉടനെ വരും. ഉടനെ തന്നെ ഹൈമവതി ചോദിച്ചു, അല്ല നിന്നെ എന്താ അവള് കൊണ്ടുപോകാതിരുന്നത് എന്ന് ചോദിച്ചതും എനിക്ക് പോകാൻ ഇഷ്ടമില്ല, എനിക്ക് ഗംഗ പോയതിൽ കുഴപ്പമൊന്നുമില്ല, ഗംഗ ഉടനെ തന്നെ വരുമല്ലോ എന്ന് പറഞ്ഞ് മാളൂട്ടി വേഗം ആ സെറ്റിയിലേക്ക് പോയിരുന്നു. ഇത് കണ്ടതോടെ ഹൈമവതി പറഞ്ഞു, അതെ, ഇന്നെന്തായാലും ഈ കുട്ടിപ്പിശാചിനിട്ട് 2 കൊടുക്കണം. കുട്ടിപ്പിശാചിന്റെ സന്തോഷവും ഇനി ഗംഗ മടങ്ങി എത്തുന്നതോടെ തീർന്നോളും എന്ന് പറഞ്ഞ് ഹൈമവതി അവിടെ നിന്ന് പോകുമ്പോ ഉടനെ ഹൈമവതിയുടെ ആ സംസാരം കേട്ട് ഇഷ്ടമാകാതെ ഗൗരി പറഞ്ഞു, നിനക്കുള്ള ഞാനിപ്പോ തരാടി എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ നടന്നുപോയ ഹൈമവതിയുടെ പുറത്തിനിട്ട് നല്ലൊരു തല്ലു കൊടുക്കുന്നു. ഹൈമവതി വേഗം ചെന്ന് ആ സെറ്റിലേക്ക് ചെന്ന് വീഴുമ്പോ മാളു ആ കാഴ്ച കണ്ട് കൈകൊട്ടി ചിരിച്ചു. ഉടനെ തന്നെ ഹൈമവതി പിന്നിലൂടെ വന്ന ശ്രേയെ നോക്കിയിട്ട് ചോദിച്ചു, നീ എന്തിനാടി എന്നെ തല്ലിയത്? അപ്പോഴേക്കും ശ്രേയ പറഞ്ഞു, അയ്യോ അമ്മേ, ഞാൻ തല്ലിയിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. നീ തല്ലിയില്ലേ എന്ന് ചോദിച്ച് ഹൈമവതി വീണ്ടും ശ്രേയയെ തല്ലാനായി കൈ ഉയർത്തി. അപ്പോഴേക്കും ഹൈമവതിയെ തള്ളിയിട്ടതും ഹൈമവതിയുടെ കൈ ചെന്ന് ഭിത്തിയിലിടിച്ച് ഹൈമവതിയുടെ കൈ വല്ലാതെ വേദനിച്ചു. അയ്യോ അമ്മേ, അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്ന് വന്ന് ശ്രേയ ഹൈമവതിയോട് ചോദിച്ചു. അപ്പോഴേക്കും ഹൈമവതി പറഞ്ഞു, എടി മോളെ, ഇത് ഞാനൊന്നും അല്ല ചെയ്യുന്നത്, ഇതെല്ലാം ആ ഗൗരിയുടെ പണിയാണെന്നാ തോന്നുന്നത്. അപ്പോഴേക്കും അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മാളുവിനെ നോക്കി ദേഷ്യപ്പെട്ടു. നീ ഇരുന്ന് ചിരിക്കുന്നല്ലേടി എന്ന് പറഞ്ഞ് അവിടെ ആ ടേബിളിന് മുകളിൽ ഇരുന്ന ആ ടോയ്സ് ഒന്നെടുത്ത് മാളുവിന് നേരെ വലിച്ചെറിഞ്ഞു. അപ്പോഴേക്കും മാളുവിന്റെ അരികിലേക്ക് അത് പാഞ്ഞു വരുന്നത് കണ്ട് വേഗം ഗൗരി അത് തടഞ്ഞു നിർത്തുകയും അത് നേരെ ശ്രേയയുടെയും ഹൈമവതിയുടെയും ദേഹത്തേക്ക് വലിച്ചെറിയുന്നു. ഹൈമവതിയുടെ ദേഹത്ത് കൊണ്ട് അത് ശ്രേയയുടെ മുഖത്തേക്കും ചെന്ന് തട്ടി. അപ്പോഴേക്കും ശ്രേയ ദേഷ്യപ്പെട്ടു. അമ്മയ്ക്ക് നേരെ ചെവ്വേ ഒരു സാധനം എറിയാൻ അറിയത്തില്ലല്ലേ എന്ന് ചോദിച്ച് ഹൈമവതിയോട് ശ്രേയ ദേഷ്യപ്പെട്ടു. ഉടനെ തന്നെ ഹൈമവതി പറഞ്ഞു, എടി മോളെ, ഇതൊന്നും എന്റെ കുഴപ്പമല്ല, ഇതെല്ലാം ആ ഗൗരി ഇല്ലേ, ആ പിശാച്, അവള് ചെയ്തതാണ്. അപ്പോഴേക്കും മാളു വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ റൂമിലേക്ക് പോയി. ഉടനെ തന്നെ ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ ഗൗരിയുടെ ആത്മാവാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാൻ മോളെ എന്ന് പറഞ്ഞ് ഹൈമവതി ശ്രേയയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ഗൗരി ആലോചിച്ചു, ഇനി എത്രയും വേഗം ഗംഗയെ അമ്മ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് കണ്ടെത്തണം, ഗംഗയുടെ അരികിലേക്ക് എത്തിച്ചേരണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഗൗരിയുടെ ആത്മാവ് അവിടെ നിന്ന് പുറപ്പെടുന്നു.